അനൗൺസ് ചെയ്ത മുതൽ തന്നെ ഏറ്റവും അധികം ആൾക്കാരെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ നസ്ലിന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുമെന്ന് വിശ്വസിക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. കാരണം അതിനുവേണ്ടി ബോഡി വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടുള്ള നസ്ലിന്റെ പിക്കൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇത് ഏപ്രിലിൽ തന്നെ ബസൂക്കയുടെ കൂടെ അത് ഗുഡ് ബാഡ് അഗ്ലി ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇടിയാണ്, തല്ലുമാല വൈബാണ് തുടക്കം മുതൽ. എല്ലാവർക്കും കൂടിയാണ് നമ്മള് ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷോ, ജംഷി. സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചവരാണ്. 2 ടൈം സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ, 180 punches in 30 seconds, 110 push-up in 1 minute. ഇടികൊണ്ട് പഴുക്കും ഇനി അത് പറയാനുള്ള സമയം. ഗണപതി എല്ലാവർക്കും ഞാനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യും. ഈ കൈ എപ്പ താഴുന്നോ അപ്പം മുഖത്തിന് പിടി കിട്ടിക്കൊണ്ടേയിരിക്കും. നീ ഇപ്പൊ ആരാ കിസ് ചെയ്തത്? ഇപ്പൊ ജോജോയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റൂ? ല്ലോ ഭയങ്കര വലിപ്പാണല്ലോ. കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടികൊള്ളുന്ന അവർക്ക് അതിൻ്റെ അകത്ത് ഓടാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക്. യൗമനെ പോരളിയാ, പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോരെ. സക്കറിയാൻ വേണ്ടി നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ അടിക്കൂലേ? വിഷ്ണു വിജയ് മ്യൂസിക്കിലാണ്. വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി. അടി ഇടി ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. ആലപ്പുഴ ജിങ്കൻ. അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം. ചാമ്പ്യൻ ആയിട്ടെന്ന് ഇപ്പൊ കൊള്ളാം. ശരിക്ക് തല്ലുമാലയുടെ ഒരു വൈബ് തന്നെയാണ്. കുറച്ചുകൂടെ യങ്ങർ ജനറേഷനിലേക്ക് തല്ലുമാല വൈബ്. പിന്നെ ആ ഗ്യാങ് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ഗ്യാങ് ആണ്. അതായത് നസ്ലേനും ഗണപതി, ബേബിജീൻ, ആ ഒരു ടീമും പിന്നെ അതിനൊരു കോച്ച് പോലെ രൂപത്തിൽ വരുന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ജംഷി ലുക്മാൻ അവറ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രസകരമായ ഒരു യൂത്തിന് കണക്ട് ആവുന്ന സിനിമയായിരിക്കും എന്നുള്ള, യൂത്തിന് വേണ്ട വൈബുള്ള ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ യൂഷ്വൽ നസ്ലൈൻ ടച്ചിലുള്ള ഡയലോഗ് ഡെലിവറി ഉണ്ട്, 1 ലൈൻ കോമഡി ഉണ്ട്. അവസാനത്തെ എൻഡ് നോട്ട് പറയുന്ന ഒരു ഇനി നമ്മുടെ പ്രസനാണെന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ഏത് രീതിയിലേക്കും പോവാം, ഇമോഷണൽ രീതിയിലേക്കും പോവാം. പക്ഷെ ഇത് കാണിച്ചത് കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട് പിന്നെ ഉള്ള ഒരു യൂത്തിന്റെ ഒരു വൈബുള്ള സിനിമയായിട്ട് വരുന്നതാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ വിഷ്ണു വിജയ് പിന്നെ ഒരു ഖാലിദ് റഹ്മാൻ ആ ഒരു കോംബോയിൽ നമുക്കറിയാലോ, അവര് യൂത്തിന് കണക്ട് ആവുന്ന വൈബ് അവർ ആ സിനിമയിൽ പിടിക്കുമെന്ന് ഈ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ വർക്കൗട്ട് ചെയ്ത, അതായത് നസ്ലിനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയും ഇതൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പൊ ട്രെയിലറിൽ ആ ഒരു എഫേർട്ട് നമുക്ക് കാണാനുണ്ട്. ആ ഒരു കുറച്ചുകൂടെ അവർ ബോഡിയൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബോഡിയും, അതുപോലെ ഗണപതി അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുടെ സൈഡ് അധികം കാണിച്ചിട്ടുമില്ല. അപ്പോ എന്താണ് വിഷുവിന് കൂടുതൽ സിനിമകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 3 സിനിമകളായി, തുടരും റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എല്ലാം കൂടി നമ്മുടെ ഒരു സമ്മർ വെക്കേഷൻ കാലം വൈബാവുമെന്നാണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് താഴെ പങ്കുവെക്കട്ടോ. താങ്ക് യു.